കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവിന്റെ മാളിക മുറി പ്രഭാഷണമാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ഉള്ള വേദഭാഗങ്ങൾ എന്ന് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം മുതൽ അതിന്റെ 17-ാമത്തെ അധ്യായം വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ആണ് നാം ചില നാളുകളായിട്ട് ധ്യാനിച്ച് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ കർത്താവിൽ നാം വസിക്കേണ്ടതിന്റെ ആ വലിയ പ്രാധാന്യത നമുക്ക് അവിടെ നിന്നും കാണുവാനായിട്ട് കഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ. അതിന്റെ എന്തുകൊണ്ടാണ് കർത്താവിൽ വസിക്കേണ്ടത് എന്ന് താൻ പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കർത്താവിൽ വസിക്കാതെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന ബോധ്യത്തോടുകൂടെ നാം നമ്മുടെ കർത്താവിൽ വസിക്കുവാൻ ഇടയായി തീർന്നാൽ നാം വളരെ ഫലം കായ്ക്കും. അങ്ങനെ അധികമായി ഫലം നമ്മൾ കായ്ക്കുമ്പോൾ പിന്നെയും ഫലം കായ്ക്കേണ്ടതെന്ന് അവൻ നമ്മെ ചെത്തി വെടിപ്പാക്കും. അങ്ങനെ കൂടുതൽ ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ പിതാവ് അതിനാൽ മഹത്വപ്പെടുന്നു. അങ്ങനെ നാം അവന്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം അറിയും. അതാണ് നമ്മൾ കണ്ടത്. ഇന്ന് നാം അതിന്റെ 9 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്നുമാണ് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 15-ന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആദ്യത്തെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ 3 വാക്യങ്ങൾ നമുക്ക് ഒന്ന് ധ്യാനിക്കാം. ദൈവാത്മാവ് നമ്മെ അതിനായിട്ട് സഹായിക്കുന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ സ്നേഹം എന്നുള്ള ആ വിഷയം ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ പോലും അതേക്കുറിച്ച് പ്രസംഗിക്കുന്നവരുടെയും പഠിക്കുന്നവരുടെയും എണ്ണമെല്ലാം വളരെ കുറഞ്ഞ് വരികയാണ്. ഈ ദൈവത്തിന്റെ സ്നേഹം അതൊന്നും ഈ തലമുറയിൽ അത് പ്രായോഗികമാകുന്ന കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് പിശാച് ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ പോലും ഇട്ടുകൊടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിന് മറ്റ് സ്നേഹങ്ങളുണ്ട്. മാനുഷികമായിരിക്കുന്ന സ്നേഹങ്ങൾ ധാരാളമായിട്ട് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതെല്ലാം കാപട്യം നിറഞ്ഞതും താൽക്കാലികവും വഞ്ചന നിറഞ്ഞതുമാണ് എന്നെല്ലാം നമുക്കറിയാം. എന്നാൽ ആ സ്നേഹത്തിന്റെ അളവ് താൽക്കാലികമാണെങ്കിലും അത് വർദ്ധിച്ച് വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം, ദൈവം നമ്മിലേക്ക് പകർന്നു തരുന്നതായ ആ സ്നേഹം, അതേക്കുറിച്ച് ധ്യാനിക്കുവാനും അതേക്കുറിച്ച് സംസാരിക്കുവാനും ആ സ്നേഹത്തിൽ വസിക്കുവാനും ഇന്ന് ദൈവമക്കൾക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ തലമുറ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവസ്നേഹത്തിന് വിലയില്ലാത്ത ഒരു കാലം, ദൈവസ്നേഹത്തിന് മൂല്യച്യുതി വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവസ്നേഹം മാത്രമല്ല, ദൈവത്തിന്റെ വിശുദ്ധിക്ക് ഇന്ന് സ്ഥാനമില്ല. അതുപോലെ തന്നെ നാം ഓർത്താൽ സത്യത്തിന് യാതൊരു വിലയും ഇന്നില്ല. നീതിക്ക്, ദൈവികമായ നീതിക്ക് ഇന്ന് യാതൊരു വിലയുമില്ല. അങ്ങനെ ഇന്ന്
നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം നോക്കിയാൽ ശരിക്കു പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നാം കാണുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല വേണ്ടത്. ദൈവസ്നേഹത്തിന് ഇടം നൽകണം, ദൈവിക വിശുദ്ധിക്ക് സ്ഥാനമുണ്ടാകണം, ദൈവിക സത്യങ്ങൾ നിലനിൽക്കണം, ദൈവിക നീതി നമുക്കുണ്ടാകണം എന്ന് ധൈര്യത്തോടുകൂടെ പറയുവാനും ഇന്ന് ദൈവദാസന്മാർക്കും പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമായി അവശേഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാം ഈ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇത് ലോകത്തുള്ള എല്ലാ ദൈവമക്കളെയും ഒന്ന് കേൾപ്പിക്കുവാനോ നേരെയാക്കാനോ നമുക്ക് സാധ്യമല്ല. എന്നാൽ വാസ്തവത്തിൽ ദൈവം തന്റെ സ്നേഹം നമ്മിലേക്ക് പകരുന്നു, ആ ദൈവ സ്നേഹത്തിൽ നമ്മൾ വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ എല്ലാ നിലയിലുമുള്ള അർത്ഥങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വരികിലും ദൈവത്തിന്റെ ആത്മാവ് നാം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമെങ്കിലും ലളിതമായി പറഞ്ഞു തരുമ്പോ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. അങ്ങനെ ആ മനസ്സുണ്ടാകുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് വളരാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവസ്നേഹം നമ്മിൽ നിന്ന് പകരപ്പെടുവാനും ഇടയാകുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കും. തൊട്ട് മുകളിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്ന് വസിക്കണം. ഇവിടെ കർത്താവ് പറയുകയാണ്, വീണ്ടും ആവർത്തിച്ച് ഒരു പടി കൂടെ അവരെ ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറക്കിക്കൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കണം. ഞാൻ ആ വാക്കിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, അപ്പൊ കർത്താവ് അവിടെ പറയുന്ന ഒരു വാക്കെന്താണ്? പിതാവ് എന്ത് ചെയ്യുന്നു? എന്നെ സ്നേഹിക്കുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുന്നു. നാം 17-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലും നാം അങ്ങനെ വായിക്കുന്നുണ്ട്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും. അപ്പോൾ അവിടെയും കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയുന്ന വാക്കാണെന്ത്? നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ നാം അറിയേണ്ട, അല്ലെങ്കിൽ നാം അല്പമെങ്കിലും അതേക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിതാവ് തന്റെ പുത്രനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. നമുക്കറിയാം ആ സ്നേഹം നിത്യമായ സ്നേഹമാണ്. അത് യേശു കർത്താവ് ഭൂമിയിൽ ജനിച്ചപ്പോൾ തുടങ്ങിയ സ്നേഹമല്ല. ആ സ്നേഹം നിത്യതയിലെ ഉള്ള സ്നേഹമാണ്. നാം ആ സ്നേഹത്തെക്കുറിച്ച് യെരമ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് നിത്യസ്നേഹം എന്നുള്ളതാണ്. എഫേസ്യ ലേഖനത്തിൽ മഹാസ്നേഹം, യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ ഇത്ര വലിയ സ്നേഹം. അങ്ങനെ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അതിന്റെ മഹത്വം, അതിന്റെ വലിപ്പം, അതിനേക്കാൾ അപ്പുറത്തെ ഒരു വാക്കിൽ പറയാൻ പറ്റാതെ, അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവും. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, എന്നാൽ ആ സ്നേഹത്തിന്റെ മുഴുവൻ മഹത്വത്തെയും ഇങ്ങനെയുള്ള ചില വാക്കുകളിലൂടെ, നിത്യമായ സ്നേഹം, അവർണ്ണനീയമായ സ്നേഹം, മഹാസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കുറച്ചെങ്കിലും നമ്മെ ഇറക്കുവാൻ, കുറച്ചെങ്കിലും അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നിലയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം ഈ വാക്യത്തെ ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. 17-ന്റെ ഒടുവിൽ മുതൽ ഞാൻ ഇങ്ങനെ വായിക്കട്ടെ.
നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. അവിടെ നമ്മൾ വായിച്ചത്, നിങ്ങൾ ഈ ദൈവ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം, ആ ദൈവ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നണം, അതിൽ നിങ്ങൾ വളരണം. എന്നിട്ട് ആ സ്നേഹത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നത് എന്താണ്? അത് സകല വിശുദ്ധന്മാരിലും പകരപ്പെട്ടതാണ്. ആ സകല വിശുദ്ധന്മാരിലേക്ക് പകരപ്പെട്ടതായിരിക്കുന്ന ആ ദൈവ സ്നേഹത്തിന്റെ നീളം നിങ്ങൾക്കറിയുവാൻ സാധിക്കണം, വീതി അറിയണം, ഉയരമറിയണം, ആഴമറിയണം. ദൈവസ്നേഹത്തിന്റെ ഈ 4 വശങ്ങളും, ഉയരവും ആഴവും അതുപോലെ വീതിയും അതിന്റെ നീളവും, ഇത് അറിയുവാനായിട്ട് സാധിക്കണമെങ്കിൽ അവിടെ ദൈവാത്മാവ് പറഞ്ഞത് എന്താണ്? സകല വിശുദ്ധന്മാരെയും നിങ്ങൾ നോക്കണം. നാം ഒന്ന് ഓർത്തു നോക്കിയേ, ആദ്യ മനുഷ്യനായിരുന്ന ആദം മുതൽ ഇന്ന് നാം ഉൾപ്പെടെയുള്ളതായ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവമക്കൾ എത്ര കോടിയുണ്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. ഇത്രയും ആളുകളിലേക്ക്, കോടാനുകോടികളിലേക്ക് പകരപ്പെട്ടതാണ് എന്ത്? ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ട് നിൽക്കുമോ? കർത്താവ് വരുവാൻ താമസിച്ചാൽ തന്റെ വരവ് വരെയുള്ള കാലഘട്ടത്തിലേക്കും ആ വിശുദ്ധന്മാരുടെ എണ്ണം നീളുന്നു. ആ വിശുദ്ധന്മാരിലേക്കും പകരപ്പെട്ടതായ ദൈവത്തിന്റെ സ്നേഹം. നമുക്ക് ഇത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം നമുക്കല്ല, അറിയില്ല. എന്നാൽ പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇത് നിങ്ങളൊന്ന് ഗ്രഹിക്കാനിടയായാൽ നിങ്ങൾ ആ സ്നേഹത്തിൽ എന്ത് ചെയ്യും? നിങ്ങൾ വേരൂന്നും ആ സ്നേഹത്തിൽ നിങ്ങൾ അടിസ്ഥാനപ്പെടും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എവിടേക്കാണ്? സകല വിശുദ്ധന്മാരിലേക്കും, ആദാം മുതൽ ഇങ്ങോട്ടുള്ള വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം കാണിച്ചതായ ആ സ്നേഹത്തെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഈ വലിയ കടലിൽ കിടക്കുന്ന വെള്ളത്തിന്റെ ഒരു കുമ്പിള് വെള്ളം എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം എടുക്കുന്നത് പോലെയേ ഈ എളിയവരായ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, ഈ വിശുദ്ധന്മാരിലേക്കെല്ലാം പകരപ്പെട്ടതായ ദൈവത്തിന്റെ സ്നേഹം. ഇനി വിശുദ്ധന്മാരിലേക്ക് മാത്രമാണോ ഈ സ്നേഹം പകരപ്പെട്ടത്? സർവ മനുഷ്യരിലേക്കും, സകല പാപികളിലേക്കും. നാം അങ്ങനെയാണല്ലോ യോഹന്നാൻ 3:16 വായിക്കുന്നത്, അവൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പോൾ ഈ സ്നേഹം കേവലം വിശുദ്ധന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമല്ല, അത് ജാതികളിലേക്കും, ദൈവമില്ലെന്ന് പറയുന്നവരിലേക്കും, ശത്രുക്കളിലേക്കും, പാപികളിലേക്കും, ബലഹീനരിലേക്കും, അഭക്തന്മാരിലേക്കും എല്ലാം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പകരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, പകരപ്പെടുകയാണ്. ഇതൊരു പക്ഷേ നമ്മുടെ ബുദ്ധിക്കൊന്നൊരു അത്ര ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല, വളരെ വളരെ വിശാലമായിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്ന് നാം വായിക്കുമ്പോ ആ പിതാവിന്റെ സ്നേഹത്തിന്റെ അളവ് നമുക്കറിയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അതിന്റെ ഒരു ഏറെക്കുറെ ഒരു ചെറിയ ധാരണയാണ് പൗലോസിന്റെ വാക്കിൽ കൂടെ നമ്മൾ കേട്ടത്. സകല വിശുദ്ധന്മാരിലും, അതെ, സകല വിശുദ്ധന്മാരോടും കൂടെ ഒന്ന് ഗ്രഹിക്കണം. നമുക്ക് ഈ ലോകത്തുള്ള എത്ര വിശുദ്ധന്മാരെ ദൈവം സ്നേഹിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാനായിട്ട് സാധിക്കും? ചുരുക്കമേ ഉള്ളൂ. നമുക്ക് അന്യോന്യം വളരെ ചുരുക്കം പേരോട്, സഹോദര, എങ്ങനെയാ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞത് എന്ന് ചോദിച്ചാൽ ചുരുക്കം പേരിൽ നിന്ന് മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ എത്രയോ കോടാനുകോടി വിശുദ്ധന്മാർ,
അപ്പൊ ദൈവസ്നേഹത്തിന്റെ അളവ് എന്ന് പറയുന്നത്, ആ സ്നേഹത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം എഫെസ്യ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൽ വായിക്കുന്ന കാര്യമുണ്ടല്ലോ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നവര്. അതുപോലെ തന്നെ അതിന്റെ താഴെയൊക്കെ നമ്മൾ വായിക്കുന്നു, മറ്റ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളവരിലേക്കും എല്ലാം പകരപ്പെട്ടതായ ഈ ദൈവസ്നേഹത്തെ അളക്കുവാൻ നമുക്കാർക്കും കഴിവുള്ളതല്ല. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ദൈവം തന്റെ പുത്രനിലേക്ക് പകർന്നു തന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ഇങ്ങനെയാണ് പിതാവ് എന്നെ സ്നേഹിച്ചത്. ആ സ്നേഹം നമുക്കറിയാം വളരെ വ്യത്യസ്തമാണ്, അല്ലെ? ത്രിയേക ദൈവത്തിൽ ഉള്ളതായിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ ഞാൻ വീണ്ടും മുൻപോട്ട് പോകട്ടെ. അവിടെ നാം വായിക്കുന്നത് എന്താണ്? പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. അപ്പോൾ പിതാവ് എന്നെ സ്നേഹിച്ചു. ഇനി ആ സ്നേഹത്തിന് ഒരു തുടർമാനമുണ്ട് എന്ന് പറഞ്ഞാൽ, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതായ ആ സ്നേഹത്തിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് സ്നേഹിച്ച് അവസാനിപ്പിച്ച ഒന്നല്ല. ആ സ്നേഹം തുടർമാനമായ ഒരു അനുഭവമാണ്. അതെങ്ങനെയാ സാധിക്കുക? പിതാവ് തന്റെ പുത്രനെ സ്നേഹിച്ചു, പിതാവ് എന്നെ സ്നേഹിച്ചു എന്ന് കർത്താവ് പറഞ്ഞു. ആ സ്നേഹത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വസിക്കുന്നു, ഞാൻ അതിൽ തുടരുന്നു, ഞാൻ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അതെങ്ങനെയാ ചെയ്യുന്നത്? തുടർമാനമായി ഞാൻ എന്റെ പിതാവിന്റെ സ്നേഹത്തിൽ എങ്ങനെയാണ് വസിക്കുന്നത്? 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പിതാവും പുത്രനും തമ്മിലുള്ളതായ ആ സ്നേഹബന്ധം നിത്യതയിലേക്കുള്ള സ്നേഹമാണ്. അതിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പറ്റുന്നതുമല്ല. എന്നാൽ ഇവിടെ ആ വാക്യത്തിന്റെ ആത്മീകമായിരിക്കുന്ന സത്യത്തെ നാം ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പിതാവ് എന്നെ സ്നേഹിച്ചു, എന്നാൽ ആ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കുന്നത്, ആ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ടാണ്. എത്രയോ ആഴമേറിയ ഒരു സത്യമാണ് ആ കാര്യം. നാം എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പോൾ പുത്രനാണ് താന്. പിതാവിന്റെ സ്നേഹത്തിന്റെ മുഴുവൻ അളവും അനുഭവിക്കുവാൻ ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ അവൻ പുത്രനാണ് എന്ന് വരികിലും ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് വെറുതെ അങ്ങ് നിൽക്കുകയല്ല, പിന്നെ എങ്ങനെയാണ്? അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ടാണ്. പുത്രനാണ് എന്നതിൽ ഒരു ഇളവും ആ കാര്യത്തിൽ ഇല്ല. ഞാൻ പുത്രനല്ലേ, എനിക്കല്പം ഇളവ് വേണ്ടേ എന്ന് പറഞ്ഞ് ആ ദൈവസ്നേഹത്തിൽ നിന്ന് കുതറി ഓടുവാൻ, കുതറി മാറുവാൻ ആരും ശ്രമിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ കർത്താവിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോ നമ്മോടുള്ള ബന്ധത്തിൽ താഴേക്ക് വരുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ആ പിതാവിന്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നു. എങ്ങനെ വസിക്കുന്നു? അവന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിച്ചുകൊണ്ടാണ് ഞാൻ അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ മുൻപുള്ള പല അധ്യായങ്ങളിലും
മറ്റ് സുവിശേഷങ്ങളിലുമൊക്കെ നമുക്ക് വായിക്കുവാനും നാം ധ്യാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവ് പറഞ്ഞതല്ലാതെ ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പിതാവ് അനുഷ്ഠിക്കുവാൻ തന്ന ഒരു പ്രവൃത്തിയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ പിതാവ് എന്നെ അയച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? നീ പോകണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവൻ പോയി. ഞാൻ നിനക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ആ ശരീരത്തിലേക്ക് നീ മാറണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ആ ശരീരത്തിലേക്ക് അവൻ മാറി. അതിനുവേണ്ടി തന്റെ ദൈവത്തോടുള്ള സമത്വം അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? ഒഴിക്കേണ്ടി വന്നു, വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അതിലവൻ പിതാവിനെ അനുസരിച്ചു. എന്തിനു വേണ്ടി? ആ പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുക. നാം ഒരു കാര്യം മനസ്സിലാക്കണം, സ്നേഹമുള്ള ഒരു ബന്ധത്തിൽ അനുസരിക്കാൻ ഒരു പ്രയാസവുമില്ല. സ്നേഹക്കുറവ് വന്നാൽ പിന്നെ അനുസരിക്കാൻ വലിയ പാടാ. അത് കുടുംബജീവിതത്തിലായാലും സഭാബന്ധത്തിലായാലും ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. സ്നേഹമുണ്ടോ? ഞാൻ കുര്യാച്ചൻ ചേട്ടനെ സ്നേഹിക്കുന്നുവെങ്കിൽ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് എനിക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. എന്നാൽ എനിക്ക് വഴക്കാണെങ്കിലോ പോയി പണി നോക്കാൻ പറയും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ എന്ത് ചെയ്യുകയാണ്? ആ പിതാവ് പറഞ്ഞതുപോലെ അവന്റെ വാക്കുകളെല്ലാം തന്നെ അവൻ എന്തു പറഞ്ഞോ അതെല്ലാം എന്തു ചെയ്യുന്നു? അതെല്ലാം അവൻ അനുസരിക്കുവാൻ തയ്യാറായി തീർന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത് എന്താണ്? വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ, പിതാവിന്റെ സ്നേഹത്തിൽ ദൈവത്തിന്റെ പുത്രൻ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പിതാവിന്റെ കൽപ്പനകൾ അങ്ങനെ തന്നെ അവൻ സകലത്തിലും അനുസരിച്ചു. ഗെത്സമന തോട്ടത്തിലേക്ക് നാം ചെല്ലുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ പറഞ്ഞത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എന്നാൽ അടുത്ത വാക്കെന്താ പറഞ്ഞത്? എങ്കിലും എന്റെ ഇഷ്ടം അല്ല. അപ്പോൾ എന്തിനാ ആ വാക്ക് കർത്താവ് പറഞ്ഞത്? ഞാൻ വസിക്കുന്നത് എന്തിലാണ്? ദൈവത്തിന്റെ സ്നേഹത്തിലാണ്, പിതാവിന്റെ സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിൽ എനിക്ക് തുടരണം. അത് നിത്യതയിലെ തുടങ്ങിയതാണ്, നിത്യതയിലെ അത് ഉള്ളതാണ്. എന്നാൽ ആ സ്നേഹത്തിൽ വസിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകളെ അനുസരിച്ചേ മതിയാകുള്ളൂ. അതാണ് ആ സ്നേഹത്തിന്റെ ഒരു തുടർമാനത എന്ന് പറയുന്നത്. നാം യെശയ്യാ 53 വായിക്കുന്നുണ്ടല്ലോ. എന്താ വായിക്കുന്നത്? പുത്രനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അതിന് മുകളിൽ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ അവന്റെ മേൽ ചുമത്തി, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവൻ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു, അതിക്രമങ്ങളൊക്കെയും അവന്റെ മേൽ ചുമത്തപ്പെട്ടു. എന്നാൽ നാം എന്താ വായിക്കുന്നത്? പിതാവായിരിക്കുന്ന ദൈവത്തിന് തകർക്കുവാൻ ഇഷ്ടം തോന്നിയപ്പോൾ തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ് ആര്? ആ ദൈവപുത്രൻ. എന്തിനാ അത് ചെയ്തത്? പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കാൻ. അതിൽ എന്നുണ്ടാകാൻ പാടില്ല, ഒരു ഭിന്നതയും ഉണ്ടാകാൻ പാടില്ല, അതിൽ ഒരു അകൽച്ച ഉണ്ടാകുവാനായിട്ട് പാടില്ല. ആ സ്നേഹത്തിൽ എനിക്ക് തുടരണം. ആ സ്നേഹത്തിൽ തുടരുവാൻ യാതൊരു കാരണവും തടസ്സമായി വരുവാനായിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ട് കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, നമ്മുടെ ദൈവത്തിന്റെ, പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹമാണ് പിതാവ് പുത്രനിലേക്ക് പകർന്നത്. ആ സ്നേഹത്തിലാണ് പുത്രൻ വസിക്കുവാനും ഇടയായിട്ട് തീർന്നത്. ആ സ്നേഹത്തിൽ ഒരു തുടർമാനതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൽ വസിക്കുവാൻ എന്ത് ചെയ്യണം? പിതാവിന്റെ കൽപ്പനകൾ
അനുസരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുന്നത്. ഈ തുടർമാനതയിലാണ് അനേകർ പരാജയപ്പെടുന്നത്. ദൈവസ്നേഹം നമ്മിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട്, നാം ദൈവസ്നേഹത്തിലാണ് എന്ന് പറയുന്നു. പക്ഷേ അനുസരണത്തോടു കൂടിയതായ ഒരു തുടർമാനതയുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പരാജയം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. ആ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നത്, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എങ്ങനെയാണ്? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കും. എന്തൊരു ആഴമേറിയ ഒരു പ്രയോഗമാണ്. പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹം നമുക്കറിയാം. ആ സ്നേഹം നിത്യതയിലെ ഉള്ളതാണ്. നിത്യമായ ഒരു ബന്ധത്തിലേക്ക് പകരപ്പെട്ട ഒരു സ്നേഹമാണ്. എന്നാൽ കർത്താവ് പറയാണ്, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ. അവിടെ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടോ? ഒരു കുറവ് പോലുമില്ലാതെ പിതാവ് തനിക്ക് നൽകിയത് അങ്ങനെ തന്നെ എന്ത് ചെയ്യപ്പെട്ടു? നമ്മിലേക്ക് പകരപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 17:23 നാം അത് വീണ്ടും വായിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയണം. അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് ലോകം എന്ത് പറയും? അവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വഞ്ചന കാണിച്ചു എന്ന് പറയും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതാരറിയണം? ലോകം അതറിയണം. നാം ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 20-ന്റെ മധ്യഭാഗം മുതൽ, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലത്രേ. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഈ ദൈവപുത്രൻ എന്നെ സ്നേഹിച്ചു. അവിടെ വായിക്കുന്നത് എന്താ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എങ്ങനെയാ സ്നേഹിച്ചത്? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ളതായ സ്നേഹം. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് പുത്രനിലേക്ക് പകരപ്പെട്ടതായിരിക്കുന്ന ആ സ്നേഹം, അതിന്റെ മഹത്വം എത്ര വലിയതാണോ അല്പം പോലും കുറയാതെ നാം ഓർത്തതുപോലെ പാപികളായ നമ്മിലേക്ക്, ശത്രുക്കളായ നമ്മിലേക്ക്, മരിച്ചവരായിരുന്ന നമ്മിലേക്ക് അവൻ പകർന്നു തന്നു. അതിന്റെ പ്രദർശനം എന്താണ്? നാം റോമലേഖനം 5:8 വായിക്കുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ. അപ്പോൾ കർത്താവ് പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ എങ്ങനെയാ സ്നേഹിച്ചത്? സകലത്തിലും പിതാവിനെ അനുസരിച്ചുകൊണ്ടുള്ളതായ ഒരു സ്നേഹം. ക്രിസ്തുവിനെ കാൽവറി ക്രൂസിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് ആ പ്രദർശനത്താലാണ് ഇങ്ങനെ ഒരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് ദൈവം വെളിപ്പെടുത്തിയത്. ആ സ്നേഹമാണ് നമ്മൾ അറിയണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് നാം 1 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാൽ ഞാൻ അതിന്റെ മറ്റൊരു ആശയം കൂടെ പറയാം. അതായത്, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനും ഒരു തുടർമാനതയുണ്ട്. ഇന്നും ആ സ്നേഹം എന്ത് ചെയ്യപ്പെടുന്നു? അത് തുടരുകയാണ്. അതാണ് 2-ാം
അധ്യായത്തിന്റെ 1 യോഹന്നാൻ 2:1 വായിക്കുന്നത്, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അപ്പോൾ ആ സ്നേഹം തന്റെ ശിഷ്യന്മാരിലേക്ക് പകരുന്നതായ ആ ദൈവത്തിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം ഇന്നും അതിന്റെയാണ്, ഇന്നും അത് തുടരുകയാണ്. ഏതർത്ഥത്തിൽ? നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായിട്ട് പിതാവിന്റെ സന്നദ്ധയിൽ നിന്നുകൊണ്ട് അവൻ ഇന്നും സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരെ നിലനിൽക്കുക? നാം ചെയ്തതായ പാപങ്ങൾക്ക് തക്കവണ്ണം അവൻ കോപിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ആര് നിലനിൽക്കും? ഇല്ല, നിലനിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അവന്റെ സ്നേഹം അത് ഇന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു വാക്യമാണ്. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ എന്റെ ചുരുക്കം ഇങ്ങനെ പറയാം: നമ്മെ ആ സ്നേഹത്തിൽ തുടർമാനമായിരിക്കുന്ന ആ സ്നേഹം നമ്മിലേക്ക് അവൻ പകരുന്നത് എങ്ങനെ? ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ഇന്നും അവൻ ചൊരിഞ്ഞതായ ആ വിലയേറിയ രക്തവുമായിട്ട് എവിടെ നിൽക്കുകയാണ്? പിതാവിന്റെ സന്നിധിയിൽ, വിശുദ്ധ മന്ദിരത്തിൽ ഒരു മഹാപുരോഹിതനായി അവിടെ നിൽക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ തുടർമാനതയാണത്. ഒരിക്കൽ അവൻ സ്നേഹിച്ചത് അതിൽ മാത്രമൊന്നും അവസാനിപ്പിക്കുകയല്ല. ക്രൂശിൽ മരിച്ചു, അവസാനത്തുള്ള ചോരയും ഊറ്റി നൽകി അവൻ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. അതോടെ തീർന്നില്ല ആ സ്നേഹം. ഇന്നും ആ സ്നേഹം എന്തു ചെയ്യുന്നു? അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നും നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിവുള്ളവനായി, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി, നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായി, നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവനായി അവൻ പിതാവിന്റെ സന്നിധിയിൽ അവൻ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആ 9-ാമത്തെ വാക്യത്തിൽ തന്നെ മറ്റൊരു ചിന്ത കൂടെ നമുക്ക് ധ്യാനിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കട്ടായി പോയ പോലെ കളവ്. ഉണ്ടല്ലേ? 15-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നാം അവിടെ വീണ്ടും വായിക്കുന്നത് എന്താണ്? എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. Abide in my love. മുകളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. ഇവിടെ വായിക്കുന്നു, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കണം. അതെങ്ങനെ സാധിക്കും? അതെങ്ങനെയാ സാധിക്കുക? പുത്രൻ പിതാവിന്റെ സ്നേഹത്തിൽ എങ്ങനെയാ വസിച്ചത്? അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട്. അങ്ങനെയെങ്കിൽ നാം ഈ കർത്താവിന്റെ സ്നേഹത്തിൽ എങ്ങനെ വസിക്കുവാൻ നമുക്ക് കഴിയും? അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നതിൽ കൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. 10-ാമത്തെ വാക്യത്തിൽ അതാണ് വായിക്കുന്നത്, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പൊ നമ്മിലും ഒരു തുടർമാനത ഉണ്ടാകും. മനസ്സിലായോ? കർത്താവ് പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ അവന്റെ കൽപ്പനകൾ തുടർമാനമായി അനുസരിക്കുന്നത് പോലെ നാമും നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ തുടർമാനമായി അവന്റെ കൽപ്പനകളെ നാമും അനുസരിക്കുവാൻ ഏറെ കടപ്പാടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാൻ പ്രമാണിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാനതെന്ത് ചെയ്യുന്നു? ഞാൻ പ്രമാണിക്കുന്നു. നിങ്ങളത് പ്രമാണിച്ചാൽ നിങ്ങൾക്ക് ആ സ്നേഹത്തിൽ തുടരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നാം കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, നാം കർത്താവിന്റെ വചനങ്ങളെ സ്നേഹിക്കുന്നവരാണ്, എല്ലാം ശരിയാണ്.
എന്നാൽ ദൈവവചനത്തിന്റെ സത്യങ്ങളെ നാം ഗ്രഹിക്കുമ്പോൾ ഇത് നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ദൈവവചനത്തോട് മറുപടിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവന്റെ സ്നേഹത്തിൽ തുടർമാനമായി വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം എന്നാണ്. അപ്പൊ നാം ദൈവത്തിന്റെ വചനം പ്രമാണിക്കാതെ, ആ വചനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കും എന്നല്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിന് ആ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. കർത്താവിന് ഇഷ്ടമുള്ളതായിരുന്നില്ല താൻ അനുസരിച്ചത്. തനിക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ എങ്കിലും താൻ എന്ത് ചെയ്തു? താൻ അനുസരിച്ചു. ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ നീങ്ങി പോകുന്നില്ലെങ്കിൽ ഞാനത് കുടിക്കാമെന്നാ പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ, കർത്താവിന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്, അത് ഞാൻ അംഗീകരിക്കും. അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്നോട് പറയരുത്. പ്രിയമുള്ളവരെ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. 1 യോഹന്നാൻ 2:4 പറയുന്നത്, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അവൻ ഫ്രോഡാണ്. നാം ഓർക്കേണ്ടത്, എനിക്കിഷ്ടമുള്ള കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു, എനിക്കിഷ്ടമല്ലാത്തതിന് ഞാൻ വെറുക്കുന്ന ആര് പറഞ്ഞാലും ഞാനത് അനുസരിക്കില്ല എന്നുള്ളതല്ല. ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് നാം അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് ദൈവത്തിന്റെ ആത്മാവാണല്ലോ എന്നോട് സംസാരിക്കുന്നത് എന്ന് ബോധ്യമുള്ളതായ എല്ലാ കൽപ്പനകളെയും അനുസരിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. അല്ലാതെ ഞാൻ ദൈവത്തിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ മോളാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ വേലക്കാരനാണ് എന്ന് പറയുന്നത് കള്ളമാണ്. അതുകൊണ്ട് ഈ വചന പഠനത്തിൽ നാം ഓർക്കേണ്ടത്, ദൈവത്തിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം പുത്രനിലേക്ക് പകരപ്പെട്ടതായിരിക്കുന്ന ആ സ്നേഹമാണ് അവൻ ആരിലേക്ക് പകർന്നത്? നമ്മിലേക്കും പകർന്നത്. ഒരു കുറവും അതിനകത്ത് ദൈവം വെച്ചിട്ടില്ല, ഒരു അളവ് കുറവും ദൈവം വെച്ചിട്ടില്ല. നാം അത് അനുഭവിക്കുന്നതും നമ്മിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുകുന്നതും വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ദൈവസ്നേഹത്തിന്റെ എന്തുമാത്രം നാം കുടിക്കുന്നുവോ അത്രമാത്രമേ പുറത്തേക്കും ഇത് പകരപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. ഈ സ്നേഹം എത്രത്തോളം ഞാൻ അനുഭവിക്കുമോ അത്രത്തോളമേ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് പകർന്നു എന്ന് പറഞ്ഞാൽ പിതാവ് മുഴുവൻ സ്നേഹവും പുത്രനിലേക്ക് പകർന്നു. ആ മുഴുവൻ സ്നേഹവും പുത്രനത് സ്വാംശീകരിച്ചു, താനത് ഉൾക്കൊണ്ടു. ആ സ്നേഹത്തിലാണ് അവൻ വസിച്ചത്. ആ പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ആ സ്നേഹത്തിലൊന്ന് തുടർന്നു. ആ സ്നേഹമാണ് കർത്താവ് ആരിലേക്ക് പകർത്തിയത്? നമ്മിലേക്ക് പകർത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തുടർന്നുള്ള വാക്കുകൾ നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ ഒരു വാക്ക് അവിടെ വായിക്കുന്നത്, ഈ നിലയിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ തന്നെ. ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരനുഭവം നമുക്കുണ്ടാകുവാൻ വളരെ ആവശ്യമാണ്. എന്റെ വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ നിറവാണ്. പിതാവായിരിക്കുന്ന ദൈവം സ്നേഹത്തിന്റെ നിറവാണ്. ആ സ്നേഹത്തിന്റെ നിറവാണ് പുത്രനിലേക്ക് പിതാവായ ദൈവം പകർത്തിയത്. ആ പകരപ്പെട്ട സ്നേഹമാണ് നമ്മിലേക്ക് കർത്താവ് പകർത്തിയത്.
നാം ആ സ്നേഹത്തിൽ വസിക്കണം, ആ സ്നേഹത്തിൽ നിലനിൽക്കണം. ഏതുപോലെ കർത്താവ് പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ തുടരുന്നത് പോലെ നാമും അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ തുടരുവാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയെന്ന് വരുന്ന ദിവസങ്ങളിൽ ബഹുമാനമായ വാക്കുകളിൽ നമുക്കത് മനസ്സിലാക്കുവാൻ ദൈവാത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.